ഹലോ, ഇന്ന് നമുക്ക് കുറച്ച് ബോട്ടിൽ ആർട്ട് കണ്ടാലോ. കുറച്ച് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ 4 ബോട്ടിൽ എടുത്തുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ സാധാരണ എല്ലാവരും വലിയ ബോട്ടിലല്ലേ ബോട്ടിൽ ആർട്ട് ചെയ്യാറ്. ഞാൻ ഇത്തവണ ഒരു വെറൈറ്റിക്ക് 4 കുഞ്ഞു ബോട്ടിൽസാണ് എടുത്തേക്കുന്നത്. ഇത് വൈറ്റമിൻ സിറപ്പിൻ്റെ ബോട്ടിൽസാണ് കേട്ടോ, അത് ഇത്രയും ചെറിയ ബോട്ടിലായത്. അപ്പോൾ ഞാൻ ഇതിനെല്ലാത്തിനും ബേസായിട്ട് വൈറ്റ് കളർ കൊടുക്കുകയാണ്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് സിംഗിൾ കോട്ട് കൊടുക്കുന്നത് കാണാൻ പറ്റത്തുള്ളൂ. ആക്ച്വലി ഇത് ഫസ്റ്റ് കോട്ട് അടിച്ച് ഡ്രൈ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ സെക്കൻഡ് കോട്ട് കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ലൈറ്റിംഗ് ഇഷ്യൂ ഉണ്ടായിരുന്ന കാരണം ഞാൻ ഡബിൾ കോട്ട് അടിക്കാനായിട്ട് എടുത്തത് രാത്രിയിലായിരുന്നു. അപ്പോൾ ലൈറ്റ് കറക്റ്റ് ആകാൻ കാരണം ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ല. ഇപ്പം ഇവിടെ 4 ബോട്ടിലും വൈറ്റ് ബേസ് അടിക്കുകയാണ്. ഇതിൽ ഒരു ഡിഫറൻസ് വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ വൈറ്റ് കോട്ട് 4 ബോട്ടിൽ അടിക്കുന്നുണ്ടെങ്കിലും കളർ ചെയ്യുന്ന 3 ബോട്ടിൽസേ ഞാൻ നിങ്ങളെ കാണിക്കുന്നുള്ളൂ. ബട്ട് ഫൈനൽ ഔട്ട്പുട്ട് വരുമ്പോൾ ഞാൻ 2 ബോട്ടിലേ കാണിക്കുന്നുള്ളൂ. എന്നുവെച്ചാൽ ഞാൻ ഒരെണ്ണം കളർ ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ്. അപ്പം ഇനിയുള്ള 2 ബോട്ടിൽസ്, മിച്ചം 2 ബോട്ടിൽസ് കാണിക്കാനുള്ളതിൽ ഞാൻ ഒന്നെങ്കിൽ കളർ ചേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പാറ്റേണിൽ അത് ബോട്ടിൽ ആർട്ട് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഫുള്ള് എവിടെയും ക്യാപ്പ് വരാതെ 4 ബോട്ടിലും നല്ല രീതിയിൽ പെയിൻ്റ് അടിച്ചെടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് ബോട്ടിൽ കഴുകിയെങ്കിലും അതിൽ വെള്ളം ഡ്രൈ ആയിട്ടില്ലായിരുന്നു, അതെല്ലാം അവിടെ വീഴുന്നുണ്ട്. അതാണ് ഞാൻ ഈ തുടച്ച് മാറ്റുന്നത് കേട്ടോ. ഓക്കെ, അപ്പം 4 ബോട്ടിലും നമുക്ക് വൈറ്റ് ബേസ് അടിച്ച് ഡ്രൈ ആക്കി എടുക്കാം. ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്നെൻ്റെ വീഡിയോസ് ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. വീഡിയോസ് കാണുന്ന ഒരുപാട് നോൺ ഫോളോവേഴ്സ് ആണെന്ന് ഞാൻ കണ്ടു. പുതിയൊരു യൂട്യൂബ് ചാനലാണിപ്പം. എല്ലാവരുടെയും ഇഷ്ടങ്ങൾ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കമൻസ് വാല്യുബിളാണ്. ചെയ്യുന്നതിലെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നും, ഇനി നിങ്ങൾക്ക് എന്തൊക്കെ ഇങ്ങനെ ചെയ്ത് കാണണം എന്ന് ആഗ്രഹമുള്ളതുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊക്കെ ചെയ്യാൻ ട്രൈ ചെയ്യാവുന്നതാണ്. ഞാൻ അത്രയ്ക്ക് വലിയ ആർട്ടിസ്റ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ബാക്കിയുള്ളവർ ചെയ്യുന്ന വീഡിയോസ് കണ്ട് ഇൻസ്പയറായി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടപ്പോൾ ഞാനും അതൊന്ന് കാണിക്കുന്നതേ ഉള്ളൂ. മിക്കവരും പറയാം ഇത് എല്ലാം കോപ്പി പേസ്റ്റ് ആണല്ലോ എന്ന്. പിൻട്രസ്റ്റിൽ കാണുന്ന ഐഡിയാസാണ് മിക്ക യൂട്യൂബേഴ്സും ഫോളോ ചെയ്യുന്നത്. അത് തന്നെ ഞാനും ഇവിടെ ഫോളോ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം ഞാനിവിടെ ബേസ് കോട്ട് 2 പ്രാവശ്യം അടിച്ച് ഡ്രൈ ആയി കഴിഞ്ഞപ്പോൾ ബോട്ടിൽ കളർ ചെയ്യാൻ എടുത്തതാണ്. ഫസ്റ്റ് ബോട്ടിൽ ഞാനൊരു ഹാർട്ടാണ് വരയ്ക്കാൻ ഉദ്ദേശിച്ചത്. ഹാർട്ടായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. റെഡ് കളർ എടുത്തിട്ട് ഹാർട്ട്സ് വരച്ചു കൊടുത്തു. സെക്കൻഡ് ബോട്ടിൽ ഞാൻ ഫിംഗർ ആർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് എടുത്തതാണ്. അതാണ് ഞാൻ റിജക്റ്റ് ചെയ്തൊരു ബോട്ടിൽ കേട്ടോ. ഞാൻ കുറേ റെഡ് കളറിലെ ഡോട്ട്സൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് ഞാനത് അതിൻ്റെ കൂടെ വേറൊരു കളറും കൂടെ ചേർത്ത് ഫ്ലവർ ആക്കാമെന്നുള്ള രീതിയിൽ യെല്ലോ എടുത്തു. യെല്ലോ എടുത്ത് ഈ റെഡിന് ചുറ്റും കുത്തു കൊടുത്തു. അപ്പോൾ എനിക്കെന്തോ അത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ 2-3 സ്ഥലത്ത് ഈ യെല്ലോയും റെഡും കൂടെ മെർജായപ്പോൾ ഓറഞ്ച് ഷെയ്ഡ് വന്നു. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് അങ്ങനെ പെറ്റൽസ് ഓറഞ്ച് ഷെയ്ഡ് ആക്കാൻ നോക്കി. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാതെ ആയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എല്ലാ കളറും കൂടെ മിക്സ് ചെയ്ത് ആ ബോട്ടിലും ഓറഞ്ച് കളറാക്കി. അതും എനിക്കങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ബോട്ടിലങ്ങ് മാറ്റിയത്. അതേപോലെ ഇപ്പം കാണുന്ന ഫോക്കസ് ഔട്ട് ആയിട്ടുണ്ട്. സോറി, ഞാനത് ശ്രദ്ധിച്ചില്ല. ഞാൻ കുറച്ചടുത്ത് വെച്ചങ്ങ് ചെയ്തു പോയതാണ്. എന്തായാലും ഈ ബോട്ടിൽ ഫൈനൽ ഔട്ട്പുട്ടിൽ ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല, ഫോക്കസ് ഔട്ട് ആയാലും. ഓക്കെ, ഇനി നമ്മുടെ 3rd ബോട്ടിൽ ഞാൻ ആദ്യം ഗ്രീൻ കളർ എടുത്ത് കുറച്ച് സ്റ്റെംസാണ് വരച്ചത്. അതും ഫ്ലവർ ബേസാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഞാൻ ആദ്യം സ്റ്റെം വരച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് പർപ്പിൾ കളർ എടുത്തിട്ട് ഫ്ലവറിൻ്റെ നടുക്കുള്ള ഡോട്ട്സ് ആക്കി, എന്നിട്ട് പെറ്റലിനെ റെഡും ആക്കിയെടുത്തു. അങ്ങനെയാണ് ഞാൻ 3rd ബോട്ടിൽ ചെയ്തത്. നമുക്ക് കാണാം. ഇപ്പോൾ ഗ്രീൻ കളറിലെ സ്റ്റെം അടിച്ചു. ഇപ്പോൾ പർപ്പിൾ ബോട്ടിൽ എടുത്തിട്ടുണ്ട് ഞാൻ. ഓക്കെ, സോ ഞാൻ പർപ്പിൾ കളർ എടുത്ത് ഡോട്ടാക്കി ഓരോ സ്റ്റെംസിനും അടുത്ത് വെക്കുന്നുണ്ട്.
ഇപ്പോൾ വീഡിയോയിൽ വോയിസ് ഓവർ കൊടുക്കാൻ നേരം ഞാൻ ശ്രദ്ധിച്ചത് എൻ്റെ സ്റ്റെമ്മിന് കുറച്ച് കട്ടി കൂടി പോയിട്ടുണ്ട്. ഓക്കെ, അപ്പം എല്ലാ സ്റ്റെമ്മിനടുത്തായിട്ടും പർപ്പിൾ ഡോട്ട് കൊടുത്തു. ഇനി ആ പർപ്പിൾ ഡോട്ടിന് ചുറ്റും ഞാൻ കുറച്ച് റെഡ് ഡോട്ട്സ് ഇട്ട് പെറ്റൽസ് കംപ്ലീറ്റ് ചെയ്യുവാനും. അപ്പോൾ ഫൈനൽ ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് ഞാൻ മണി പ്ലാന്റ് കട്ട് ചെയ്ത് വെള്ളം ഒഴിച്ച് ഇതിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊരു ഷോ പീസായിട്ട് നമുക്ക് വെക്കാം. കിച്ചണിലാണെങ്കിലും വെക്കാം, അതല്ലെങ്കിൽ റോപ്പ് കെട്ടിയിട്ട് നമുക്ക് വേണേൽ ഹാങ് ചെയ്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പം ഞാൻ റോപ്പ് കെട്ടിയിട്ടില്ല, ഞാൻ ജസ്റ്റ് മണി പ്ലാന്റ് വെച്ച് ഒന്ന് കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ എങ്ങനെ ഇരിക്കുന്നു ഔട്ട്പുട്ട് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് ഇങ്ങനെയാണ്. താങ്ക് യു.